തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്നും ഉപകരണങ്ങൾ കാണാതായെന്ന ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ച് ആരോഗ്യവകുപ്പ് DME നാളെ മുതൽ മൊഴിയെടുക്കും. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ കേസ് പോലീസിന് കൈമാറാനാണ് ധാരണ. ടിഷ്യൂ മോർസിലേറ്റർ വിത്ത് മോർസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാതായി എന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വെളിപ്പെടുത്തൽ. ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിൽ നിർത്തിയായിരുന്നു ഈ വെളിപ്പെടുത്തലും. ഇത് വീണ്ടും വിവാദമായതോടെ ആ ഉപകരണം അവിടെ തന്നെ ഉണ്ടെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ മറുപടി. ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിനെന്ന് വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയത്. വകുപ്പ് തല അന്വേഷണത്തിനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തുന്നത്. സൂപ്രണ്ട്, ഡോക്ടർ ഹാരിസ്, വകുപ്പിലെ മറ്റു ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്ന് നാളെ മൊഴിയെടുക്കും. ഡോക്ടർ ഹാരിസ് പറഞ്ഞ പോലെ ഉപകരണം വകുപ്പിൽ തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണ സമയത്ത് ഈ ഉപകരണത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തും, അന്വേഷണവും നടത്തും. ഈ ഉപകരണം ഉപയോഗിക്കാനാകാത്തതാണ് പ്രശ്നമെങ്കിൽ അതിൽ എന്ത് പരിഹാരം കണ്ടെത്തണമെന്നതും വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. അതേസമയം ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് നാളെയോ മറ്റന്നാളോ മറുപടി നൽകിയേക്കും. വിദഗ്ധ സമിതിക്ക് മുന്നാകെ സമർപ്പിച്ച രേഖകൾ സഹിതമാണ് മറുപടി നൽകുക. സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായി ഹാരിസിൽ നിന്ന് മറുപടി കിട്ടിയ ശേഷം ഫയൽ മടക്കുകയാണെങ്കിൽ ഹാരിസിനെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാകില്ല. അതേസമയം തുടർച്ചയായി സർവീസ് ചട്ടലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഹാരിസിനെതിരെ മാതൃകാപരമായ നടപടി വേണമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ ഒരുപക്ഷെ താക്കീത് നൽകിയേക്കും. ഡോക്ടർ ഹാരിസിന് കിട്ടുന്ന പിന്തുണയും ഡോക്ടർമാരുടെ സമരപ്രഖ്യാപനവും കടുത്ത നടപടികളിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുകയാണ്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.